ഹലോ എല്ലാവർക്കും എയർജെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ മമ്മൂക്കയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഇനി ഇറങ്ങാൻ പോകുന്ന പടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. അതായത് മമ്മൂക്കയുടെ ഇപ്പം ചിത്രീകരണം പൂർത്തിയായ സിനിമയും റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമയും ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയും ഇനി ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്ന പ്രൊജക്ടുകളും അതേ കണക്ക് റൂമേഴ്സുകളും അല്ലറ ചില്ലറ റൂമേഴ്സുകളും ഒക്കെ ചേർത്തിട്ടുള്ള മമ്മൂക്കയുടെ ഇനി വരാൻ പോകുന്ന പ്രൊജക്ടിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. മമ്മൂക്കയുടെ ഇപ്പം ഷൂട്ട് തീർന്ന് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന സിനിമ ബസൂക്കയാണ്. ക്രിസ്മസ് റിലീസ് ആയിട്ട് പടം എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഡീൻ ഡെന്നീസ് ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. അപ്പം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഈ ഒരു സിനിമയിൽ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണ്ട്. കാരണം മമ്മൂക്കയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലേതെന്ന് കഴിഞ്ഞ ടീസർ റിലീസോട് കൂടിയൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗെയിം ത്രില്ലർ എന്നൊരു ജേർണറിൽ വരുന്ന ഒരു സിനിമയാണെന്നൊക്കെ രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു വലിയ പടമാണ്, ആക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വലിയ ഒരു കൊമേഴ്ഷ്യൽ പടമാണ്. സോ ആ ഒരു പടത്തിൽ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അത്ര വലിയൊരു ഹൈപ്പ് ഇപ്പം ഈ ഒരു പടത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്തായാലും കൂടുതൽ വരുന്ന അപ്ഡേറ്റ്സുകൾ അനുസരിച്ചിരിക്കും ആ ഒരു പടത്തിന്റെ ഹൈപ്പ്. ഇനി ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ചും കൂടി വലിയൊരു ഹൈപ്പിലേക്ക് പടം പോകും. എനിക്ക് പേഴ്സണലി ടീസർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ട്രെയിലർ റിലീസോട് കൂടിയൊക്കെ കുറച്ചും കൂടി വലിയൊരു ഹൈപ്പിലേക്ക് സിനിമ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്കയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പടം നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ട് ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ് മമ്മൂക്ക എത്തുന്നത്. അപ്പം എന്തായാലും ഈ ഒരു സിനിമയും 2024 ഇറങ്ങുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇനി അതിന്റെ റിലീസ് ഡേറ്റ് ഇനി നവംബർ റിലീസ് ആയിട്ട് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എത്തും എന്നുള്ള ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ അത് ജാനുവരിയിലേക്കോ ഫെബ്രുവരിയിലേക്കോ മാർച്ചിലേക്കോ ഒക്കെ നീട്ടിയേക്കും. കാരണം ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ക്രിസ്മസിനാണെങ്കിൽ തീർച്ചയായിട്ടും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സൺ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റിൽ മാറ്റം വരാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു പടത്തിൽ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഗൗതം വാസുദേവ് മേനോൻ എന്ന ഡയറക്ടർ വേട്ടയാട് വിളയാടുവില് നമ്മുടെ കമൽഹാസനെ എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്ന് നമുക്കറിയാം. അതേ കണക്ക് കാക്കകക്കയില് സൂര്യയെ എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്ന് അറിയാം. അതേ കണക്ക് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഗൗതം വാസുദേവ് മേനോൻ നമ്മുടെ മമ്മൂക്കയ്ക്ക് കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഒരു ത്രില്ലർ, അതോടൊപ്പം കോമഡിയൊക്കെ ഉള്ളൊരു ത്രില്ലർ ജേണറിലുള്ള ഒരു പടമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ടീസറൊക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും. മമ്മൂക്ക പുതിയതായിട്ട് ഇപ്പം ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്ത പടമാണ് ജിതിൻ കെ ജോസ് ഡയറക്ട് ചെയ്യുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പം നാഗർകോവിൽ ലൊക്കേഷൻ ആക്കിയിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ മമ്മൂക്ക ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സിനിമയിൽ വിനായകനും മമ്മൂക്കയ്ക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്നുണ്ട്. അപ്പം മമ്മൂക്കയുടെ ഒരു ഷൂട്ടിംഗ് സെറ്റിലെ ഒരു പിക്കൊക്കെ മമ്മൂക്ക ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിനിമയിൽ മമ്മൂക്ക നായകനല്ല പ്രതിനായകനായിട്ടാണ്, അതായത് വില്ലനായിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ലുക്ക് കാണുമ്പോഴത്തേക്കും ഈ ഒരു പിക്കിലെ ലുക്ക് കാണുമ്പോഴത്തേക്കും തന്നെ ആ ഒരു അപ്പിയറൻസിലേക്ക് ഒരു വില്ലനിസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ ഒരു പക്ക നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ കാണാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യം ഇതുവരേക്കും റൂമറാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഒരു തരത്തിലും ഒരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. എന്തായാലും മമ്മൂക്ക ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ ന്യൂസുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കത് കാത്തിരിക്കാം. വിനായകനും ഇനി നെഗറ്റീവ് ഷെയ്ഡാണോ, രണ്ട് നെഗറ്റീവ് ഷെയ്ഡ്സ് തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ ക്ലാഷോ ഒക്കെ ആണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രതീക്ഷയുള്ളൊരു പടമാണ്. ഈ ഒരു പടത്തിന്റെ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് സുഷിൻ ആണ് എന്നാണ് പറയപ്പെടുന്നത്. മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു പടം സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും അത് ഒഫീഷ്യലി കൺഫേംഡ് ആയ കാര്യമല്ല. എന്തായാലും സുഷിൻ ആകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം മമ്മൂക്കയ്ക്കൊപ്പം സുഷിനും കൂടെ വരുമ്പോഴത്തേക്കും ആ ഒരു പടത്തിന്റെ ഹൈപ്പ് കുത്തനെ കയറിക്കോളും. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ഈ ഒരു സിനിമയും മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഹൈപ്പാണ് ഈ ഒരു രണ്ട് പടങ്ങൾക്ക്. മലയാളത്തിന്റെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് മമ്മൂട്ടി കമ്പനി മാറിക്കഴിഞ്ഞു. ഈ ഒരു കൊച്ചു കാലയളവ് കൊണ്ട് തന്നെ, കോവിഡിന് ശേഷമുള്ള ആ ഒരു ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ വലിയൊരു വിശ്വാസം മമ്മൂട്ടി കമ്പനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് പടങ്ങളും ആ ഒരു വിശ്വാസം നിലനിർത്തും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അടുത്ത പടവും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. മലയാളത്തിലെ ഒരു ബിഗ് ബഡ്ജറ്റ് പടമായിട്ട് വരാൻ പോകുന്ന ഒരു പടമാണ് മമ്മൂട്ടി സെമ്പുറാൻ എന്ന് തന്നെയാണ് ഇപ്പം ഇൻഡസ്ട്രിയിൽ ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ടോക്ക്. പറഞ്ഞു വരുന്നത് മഹേഷ് നാരായണൻ ഡയറക്ട് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം എന്ന് പറയാമെങ്കിലും ഈ ഒരു പടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളില് നമ്മുടെ സ്വന്തം ലാലേട്ടനും വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ബിഗ് സ്ക്രീനിൽ ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും പങ്കുവയ്ക്കാനായിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബനും അങ്ങനെ തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ഈ ഒരു സിനിമയ്ക്കുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന ഒരു പടമാണ്. ഒരുപാട് ഫോറിൻ ലൊക്കേഷനുകളിൽ ഷൂട്ടുള്ള ഒരു പടമാണ്.
എന്തായാലും ഈ ഒരു പടം ഡിസംബർ മാസത്തോടു കൂടി തുടങ്ങും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഈ ഒരു പടത്തിൽ ലാലേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിൽ മറ്റൊരു പടത്തിൽ മമ്മൂക്കയും ലാലേട്ടനും തുല്യ പ്രാധാന്യത്തിൽ വരുന്ന ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റൂമറായിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. വലിയ ഒരു റൂമറായിട്ട് തന്നെ ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത് ഏകദേശം കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ ഉടൻ ഉണ്ടാകുമെന്നും അറിയുന്നുണ്ട്. എന്തായാലും ആ ഒരു പ്രൊജക്ട് ആരാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും ആ ഒരു പ്രൊജക്ടിന്റെ മുൻപോട്ടുള്ള ഒരു ഹൈപ്പ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് തുടർന്നുള്ള ആ ഒരു അപ്ഡേറ്റ്സിനായിട്ടൊക്കെ കാത്തിരിക്കാം. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു 6-7 വർഷങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോഴും മമ്മൂട്ടി ഫാൻസ് അതിന്റെ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് തീർച്ചയായിട്ടും ബിലാൽ മമ്മൂക്കയുടെ അടുത്ത സിനിമകളിൽ ഒന്നായിട്ട് വരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനായിട്ടുള്ള ഒരു കാരണം അമൽ നിരീദ് എന്ന ഡയറക്ടറുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പിക്ചർ ഇപ്പോഴും ബിലാൽ തന്നെയാണ്. അതിനുശേഷം ആ ഒരു പടം അനൗൺസ് ചെയ്ത അന്നിട്ട ആ ഒരു പിക്ചർ ഇതുവരെയും അദ്ദേഹം മാറ്റിയിട്ടില്ല. സോ അദ്ദേഹത്തിന് ഈ ഒരു പ്രൊജക്ട് ഓണാണ്, അന്ന് മുതലേ ഓണാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഭീഷ്മപർവം വന്നു, ഇപ്പം ബോഗൻവില്ല വരാൻ പോകുന്നു, എന്നിട്ടൊന്നും ആ ഒരു പ്രൊഫൈൽ പിക്ചറിന് ഒരു അനക്കം തട്ടിയിട്ടില്ല. സോ അമൽ നിരീദ് എന്ന ഡയറക്ടർക്ക് ആ ഒരു പടം ഓണാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ എന്തിനോ വേണ്ടിയാണ് അവരിപ്പം കാത്തിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നടന്ന് ബിലാൽ നമ്മൾക്ക് മുന്നിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മമ്മൂട്ടി സിനിമ അത് ബിലാൽ തന്നെയാണ്. അപ്പം എന്റെ പ്രതീക്ഷകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.